ഗുഡ് മോർണിംഗ്. നമ്മള് അഷ്കർ സാറ് പറഞ്ഞ പോലെ ഇന്നിപ്പോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ക്ലാറ്റ്, അതായത് ലോ എൻട്രൻസിന്റെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ലോ എൻട്രൻസിന്റെ ആ ഒരു കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ക്ലാറ്റിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ക്ലാറ്റിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 2027-28 ആപ്ലിക്കേഷൻ ആണ്. ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ ആപ്ലിക്കേഷന്റെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് കോഴ്സുകളുടെ കുറച്ച് എൻട്രൻസ് എക്സാംസിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ ക്ലാറ്റ് എന്ന് പറയുന്നത്. ക്ലാറ്റ് പോലെയുള്ള പിന്നെ ഡിസൈൻ്റെ എൻട്രൻസ് അതുപോലെയുള്ള എൻട്രൻസ് എക്സാംസ് ഒക്കെയും കുട്ടികൾ +2 ഈ ഒരു ടൈമിൽ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ തന്നെ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പല കുട്ടികളും അത് അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് താല്പര്യത്തോടു കൂടി ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പലർക്കും എത്താൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു വർഷം പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. കാരണം ഡിസംബറിൽ തന്നെ എക്സാം നടക്കുകയാണ്. ഒക്ടോബർ 31 കൂടി പൊതുവെ ആപ്ലിക്കേഷൻസ് ഓൺലൈൻ ആപ്ലിക്കേഷൻസിന്റെ സമയം കഴിഞ്ഞു പോകും. പിന്നെ അവർക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സിജി ഇത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതിനൊരു ഇൻഫർമേഷൻ കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പം ക്ലാറ്റ് എന്ന് പറയുമ്പോൾ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഒരു ഫുൾ ഇതായിട്ട് വരുന്നത്. അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ആണ്. അത് UG PG വരുന്നുണ്ട് ക്ലാറ്റ് വരുന്നത്. അതായത് LLBക്കും LLMനും വേണ്ടിയിട്ടാണ് വരുന്നത്. എല്ലാം നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്ക്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്ക് മാത്രമായിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ്. 27 നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ വർഷം 2027 വരുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് കൺസോർഷ്യം ഓഫ് NLUs ആണ്. ഈ ഓരോ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഒറ്റ എൻട്രൻസ് എക്സാം ആണ്, പക്ഷെ ഏതിലേക്കാണ് വേണ്ടതെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ഈ കൺസോർഷ്യം ഓഫ് NLUന്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. അതിൽ നമുക്ക് ഈ 27 യൂണിവേഴ്സിറ്റീസും അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഏതാണ് എയിം ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെതായിട്ടുള്ള ബ്രോഷേഴ്സ് അവൈലബിൾ ആണ്. അവിടെ ഏത് കോഴ്സുകളാണുള്ളത് എന്നുള്ളത് അവൈലബിൾ ആണ്. കാരണം ഇതിനകത്ത് നമുക്ക് നോർമൽ വരുന്ന BA LLB പോലെയുള്ള അല്ലെങ്കിൽ BCom LLB പോലെയുള്ളത് മാത്രമല്ല, കൂടുതൽ കോഴ്സുകളും കൂടി വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ശരിക്കും ഒരു സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിലെ സാധാരണ ഒരു ലോ കോളേജിലെ ഒരു LLB കോഴ്സ് പോലെ അല്ല ഇത് നമുക്ക് വരുന്നത്. അത്രയും പ്രീമിയർ ആയിട്ടുള്ള ഇന്ത്യയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പരിഗണന കൊടുത്തു തന്നെ വേണം, അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ വേണം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ ഇപ്പൊ നീറ്റ് പോലെ അല്ലെങ്കിൽ JEE പോലെയൊക്കെ തന്നെ ആ ഒരു ലെവലിലേക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. ആ രീതിയിൽ തന്നെ നമ്മളൊന്ന് പ്രിപ്പറേഷൻ കൊടുക്കുകയും ചെയ്യണം. അതിനകത്ത് ഏകദേശം ഒരു 4000-ഓളം വരുന്ന 4000-ൽ കൂടുതൽ ഒരു 4035-ഓളം സീറ്റുകളാണ് വരുന്നത് ഈ 27 യൂണിവേഴ്സിറ്റീസിലും കൂടി ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് ഇയറിൽ അതിന് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോ ഡിഗ്രി അല്ലെങ്കിൽ ഒരു വർഷം നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ അപ്പർ ഏജ് ലിമിറ്റ് വരുന്ന കുട്ടികളുണ്ടല്ലോ. അപ്പം JEE ഒക്കെ പോലെ ഇത്ര വർഷം കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിലില്ല, അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ വർഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ മിനിമം മാർക്ക് എന്ന് പറയുന്നത് 45% ആണ് OBC കാറ്റഗറിക്ക്. ജനറലും OBC കാറ്റഗറിക്കും 45% മാർക്ക് മതി +2. അതിനകത്ത് റിലാക്സേഷൻ വരുന്നത് നമുക്ക് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ SC STക്കും റിലാക്സേഷൻ വരുന്നുണ്ട്. അവർക്ക് 40% മാർക്ക് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ പറഞ്ഞു, 27 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് വരുന്നത്. അതിൽ വളരെ പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മുതൽ ആ ഒരു ലെവലിലേക്ക് വരുന്ന രീതിയിലുള്ള എല്ലാം തന്നെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. എന്നാലും നമുക്ക് ആ ഒരു റാങ്കിങ് വൈസ് വരുന്ന ബാംഗ്ലൂരിലുള്ള
നാഷണൽ ലോ യൂണിവേഴ്സിറ്റി പോലെ അല്ലെങ്കിൽ ഹൈദരാബാദിലുള്ള പോലെ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള പോലെ ആ ഒരു റാങ്ക് വൈസ് വരുന്നത് ആ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നു. അതിന് താഴേക്ക് വരുന്ന ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ്. ഇപ്പൊ ടോട്ടൽ 27 യൂണിവേഴ്സിറ്റീസ് ആണ് വരുന്നത്. അതിൽ നമുക്ക് കേരളത്തില് കൊച്ചിയിലുള്ള ന്യൂആൽസ് ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ നമുക്ക് കോഴ്സുകൾ വരുന്നത് ന്യൂആൽസിൽ വരുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BA LLB കോഴ്സാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് നമുക്ക് 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB പ്രോഗ്രാമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിപ്പോ ന്യൂആൽസിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ BA LLB ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതല്ല ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് LLM-നാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനെല്ലാം ഈ കൺസോർഷ്യം ഓഫ് NLUവിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഈ ക്ലാറ്റിന്റെ എൻട്രൻസ് എക്സാം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതില് നമ്മൾ ഈ പറഞ്ഞ 27 ലോ യൂണിവേഴ്സിറ്റീസ്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് അല്ലാതെ നമുക്ക് വരുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള മറ്റുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് IIM റോത്തക്കില് നമുക്ക് ക്ലാറ്റിന്റെ സ്കോർ യൂസ് ചെയ്ത് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട് ലോയിൽ, IPL എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പ്രോഗ്രാമിന് നമുക്ക് ക്ലാറ്റിന്റെ സ്കോർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഫോറൻസിക് ലോ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിനഗർ ക്യാമ്പസിൽ ഈ പറഞ്ഞ പോലെ ക്ലാറ്റിന്റെ സ്കോറിന്റെ ബേസ് ചെയ്തിട്ടാണ്. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ഉണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഫോറൻസിക് ലോയ്ക്ക് ഈ ക്ലാറ്റിന്റെ സ്കോർ യൂസ് ചെയ്യാം. ക്ലാറ്റിന്റെ സ്കോർ ത്രൂ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ ഫോറൻസിക് ലോ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാറ്റിന്റെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡെറാഡൂണിലുള്ള ലോ കോളേജിലും ഈ പറഞ്ഞ പോലെ ക്ലാറ്റിന്റെ സ്കോർ യൂസ് ചെയ്ത് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം IIM-ലൊക്കെ ലോ പഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ അത്രയും നല്ല പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾക്ക് പോലും ഈ ക്ലാറ്റ് ഒരു ഓപ്ഷനാണ് എന്നുള്ളതാണ്. അപ്പൊ IIM പഠിക്കണം എന്ന് താല്പര്യമുണ്ട്, അതിൽ ലോ പഠിക്കാം എന്നുള്ളതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ക്ലാറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അത് കൂടാതെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം തന്നെയും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അത് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് പ്രസന്റേഷൻ കാണാമെന്ന് വിചാരിക്കുന്നു. അതിൽ അലയൻസ് സ്കൂൾ ഓഫ് ലോ ഉണ്ട്, അമിറ്റി യൂണിവേഴ്സിറ്റിയുടെ നോയിഡ ക്യാമ്പസ് ഉണ്ട്, അതുപോലെ നിർമ്മ യൂണിവേഴ്സിറ്റി അഹമ്മദാബാദ് ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ, ഏതാണ്ട് ഒരു 60ഓളം ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ ഈ പറഞ്ഞ പോലെ ക്ലാറ്റിന്റെ സ്കോർ വെച്ചിട്ട് അവരുടെ ലോ കോഴ്സിന് വേണ്ടിയിട്ട്, LLB കോഴ്സിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 27 നാഷണൽ യൂണിവേഴ്സിറ്റീസ് കൂടാതെ തന്നെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ലോ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ക്ലാറ്റ് എന്ന് പറയുന്നത്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വളരെ പ്രീമിയർ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെ, നാഷണൽ ലെവലിലുള്ള പ്രീമിയർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ തന്നെ നമുക്ക് ലോ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കോഴ്സുകളെ കുറിച്ചിട്ട് സംസാരിക്കാം. അതായത് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ ന്യൂആൽസിലെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ന്യൂആൽസിലെ BA LLB കോഴ്സാണ് വരിക. ബാക്കിയുള്ളത് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്, BA LLB എന്നും BCom LLB എന്നും കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കോഴ്സുകളും അവൈലബിൾ ആണ്. അതായത് BSc LLB, ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. BSc LLB പ്രോഗ്രാം ഉണ്ടാവും, അതുപോലെ BBA LLB പ്രോഗ്രാം ഉണ്ടാവും, BSW LLB പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ ഈ ഒരു എല്ലാം തന്നെ ഓണേഴ്സ് പ്രോഗ്രാംസ് ആയിട്ടാണ് വരിക. അപ്പോ ഈ രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് എന്താണോ ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടൈമിൽ അഷ്കർ മാഷ് പറഞ്ഞിരുന്നു, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പം ഇത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെറിയ കുറച്ച് ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. ഇപ്പൊ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു അടുത്തൊരു ലെവലിലേക്ക് കോടതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം എന്നുള്ള രീതിയിലല്ലേ ഉള്ളൂ. വേറെ അധികം ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഇല്ലല്ലോ. ലോ പഠിക്കുന്നു, നമ്മൾ വക്കീലാവുന്നു, ആ ഒരു സാധനമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് ലെവലിലേക്ക് അടുത്ത, അങ്ങനെ ആ ഒരു ഇതിലേക്ക് മാത്രം, ആ ഒരു സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു സാധനം മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ് കൂടുതലും ഉള്ളത്. പക്ഷേ നമ്മൾ ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അതിൽ വരുന്ന കോഴ്സിനെ ബേസ് നമുക്ക് ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ
എന്താ പറയാ, ഇപ്പൊ ഫോറൻസിക് ലോ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിലേക്കുള്ള സാധ്യതകളുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴേക്കും എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും തന്നെ ലീഗൽ അസോസിയേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ലീഗൽ കൺസൾട്ടൻസ് ആയിട്ടൊക്കെ ഉള്ള വേക്കൻസികൾ അവൈലബിൾ ആണ്. അപ്പൊ ഒരു കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, അതിന് വരുന്ന ഒരു, അതായത് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് IT ഫേംസിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്യണം താല്പര്യമുണ്ട്, പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ളതൊന്നും പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിലോട് താല്പര്യമുണ്ടെങ്കിൽ, ലോ പഠിക്കാൻ താല്പര്യമുണ്ട്, അധികം വായിക്കാൻ താല്പര്യമുണ്ട്, ഒരു പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു അടുത്തൊരു സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ലോ എന്ന് പറയുന്നത്. അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് സെക്ടറിലേക്കുള്ള എൻട്രി ഉണ്ടാവും. അതിൽ തന്നെ വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആ വിഷ്വലൈസ് ചെയ്യുന്ന രീതിക്കുള്ള ആ ഒരു ലെവലിലേക്ക് തന്നെ എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാന്നുള്ളത്, കോഴ്സ് ചൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഏത് ലെവലിലേക്കാണ് നിങ്ങൾ ഭാവിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. അതിൽ BA LLB ചൂസ് ചെയ്യാം, BCom ചൂസ് ചെയ്യാം, BBA ചൂസ് ചെയ്യാം, BSc ചൂസ് ചെയ്യാം, BSW ചൂസ് ചെയ്യാം. ഇതെല്ലാം എല്ലായിടത്തും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് ഉണ്ട്, അതെടുത്തിട്ട് ഓരോന്നിന്റെയും ബ്രോഷർ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. നമുക്ക് തെറ്റുകൾ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ശരിക്കും ഈ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പോലെയുള്ള ബ്രോഷർ പോലെയുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സാണുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അതിൽ എത്ര സീറ്റുകളാണുള്ളത്, അതിന്റെ ആ ഒരു സീറ്റ് മെട്രിക്സ് എങ്ങനെയാണ് വരുന്നത്, അതിൽ നമുക്ക് കാറ്റഗറി വൈസ് റിസർവേഷൻ ഉള്ളവർക്ക് എത്രമാത്രം സീറ്റുകൾ അവൈലബിൾ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോഴ്സുകൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഒരു എക്സാം ഫോർമാറ്റിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി അറിയേണ്ടത്. എക്സാം ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്നുള്ളതാണ് ആ ഒരു രീതി വരുന്നത്. അതായത് 2 മണിക്കൂറാണ് എക്സാം വരുന്നത്. അതായത് 120 മിനിറ്റ്, 120 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടാവുക. ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്ക് കിട്ടുമ്പോൾ ഒരു റോങ് ആൻസറിന് മൈനസ് മാർക്ക് ഉണ്ടാവും, 0.25 മൈനസ് ചെയ്യും. വളരെ സിമ്പിൾ ആണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ നമുക്ക് വരുന്നത് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സെക്ടറിലാണ്. അതിനകത്ത് GK ഉൾപ്പെടെയാണ് കറണ്ട് അഫയേഴ്സിൽ വരിക. അതുപോലെ ലീഗൽ റീസണിങ് ആൻഡ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനും കൂടെ ഉണ്ടാവും. അപ്പൊ ഇത്തരം ടോട്ടൽ പറഞ്ഞാൽ 5 സെക്ടേഴ്സ് ആണ് വരുന്നത്. അതിലും ഓരോ ലെവൽ അനുസരിച്ച് ഉണ്ടാവും. നമുക്കത് കൃത്യമായിട്ട് വെബ്സൈറ്റിൽ നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പൊ അതെടുത്ത് നോക്കിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉള്ളതാണ് ഇതിൽ. അപ്പോ ഇതാണ് ഒരു എക്സാം ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോ നമുക്കൊരു നോർമൽ ലെവൽ ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഫോർമാറ്റിൽ തന്നെയാണ് വരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഫോർമാറ്റ് ഒന്നുമില്ല. ഇതില് നിങ്ങൾക്ക് എത്രമാത്രം ഇതിനകത്ത് സ്കിൽഡ് ആണ് നിങ്ങൾ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷൻ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ലോജിക്കൽ റീസണിങ് ആൻഡ് ലീഗൽ റീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് മുമ്പോട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുക. ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുന്നു എന്നതിലപ്പുറത്തേക്ക് നമ്മൾ അതിനുശേഷം എന്താണ് പഠിക്കുന്നത്, എന്തായി തീരാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് എന്ത് എൻട്രൻസ് ആണ് ക്രാക്ക് ചെയ്യേണ്ടത്, ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം ഈ ഇൻഫർമേഷൻ ബ്രോഷർ നോക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ എക്സാം ഫോർമാറ്റിൽ നമുക്ക് അന്നേരം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ലെവലിലുള്ളതാണ്. അപ്പൊ ഇതിന് ശേഷം പഠിക്കാൻ പോകുന്നത് ഞാൻ ഇന്നതായിരിക്കും, അപ്പം എനിക്കത് ഓക്കെയാണ്, എനിക്കത് ഇൻട്രസ്റ്റ് ഉള്ളതാണ്, എനിക്ക് അതിൽ സ്കിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് വളരെ ഈസിലി ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് പാഷനേറ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോഴാണ് നമുക്കതൊരു കരിയർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക. ഇതിൽ എക്സാം ഫോർമാറ്റിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക്
ഒരു 40 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം കിട്ടും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ PWDയുടെ ആനുകൂല്യം കിട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത് ഡോക്യുമെന്റ്സ് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് അപ്പോൾ നമുക്കൊരു 40 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടും. അപ്പോൾ എക്സാമിന്റെ ഒരു ഫോർമാറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 120 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മിനിറ്റ് വീതമാണ് ഉണ്ടാവുക. മൈനസ് മാർക്ക് ഉണ്ട്. ഓരോന്നിനും 1 മാർക്ക് കിട്ടുമ്പോൾ റോങ് ആൻസറിന് 0.25 മൈനസ് കിട്ടുന്നു. പിന്നെ രജിസ്ട്രേഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ ഓപ്പൺ ആണ്. ഒക്ടോബർ 31 വരെയും ടൈം ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് consortium.nlus.ac.in ആണ്. ആ ഒരു വെബ്സൈറ്റിൽ ചെല്ലുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ അറിയാൻ പറ്റുക, പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് അറിയാൻ പറ്റുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ച് 4000 രൂപയാണ് ഫീസ് വരിക. SC, ST, BPL ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ കാറ്റഗറി വരുന്ന ആളുകൾക്ക് 3500 രൂപയാണ് ഫീസ് വരിക. അഡീഷണൽ ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഈ 4000ന്റെ കൂടെയാണെങ്കിലും 3500ന്റെ കൂടെയാണെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരെയും അവൈലബിൾ ആണ്. അപ്പോ ഇതൊക്കെയാണ് അതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. എൻട്രൻസ് എക്സാം വരുന്നത് ഡിസംബർ 6-ാം തീയതിയാണ് വരിക. അപ്പോ 2 മണിക്കൂറാണ് എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ടാണ് വരിക. സൺഡേ ആണ് ഡിസംബർ 6-ാം തീയതി വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോ അപ്ലൈ ചെയ്യാൻ ഇഷ്ടംപോലെ ടൈം ഉണ്ട്. ഒക്ടോബർ 31 വരെയാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്കുള്ളതാണോ, നിങ്ങളുടെ ഒരു ഗോൾ ഇതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണോ പോകേണ്ടത് എന്ന് ഉള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ ഒരു ഓപ്ഷൻ, ഒരുപാട് എൻട്രൻസ് എക്സാം എഴുതുന്നതിന്റെ കൂടുതൽ ഒരു എൻട്രൻസ് എക്സാം എന്ന് വിചാരിക്കാതെ ഇതാണ് എന്റെ ലൈഫിൽ ഞാൻ തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുക്കേണ്ട വഴി, എന്റെ കരിയർ ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് തീരുമാനിച്ച് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ ഇത് തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് നമുക്ക് ആ ഒരു പ്ലാൻ, നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോക്കസ് ചെയ്ത് പോകാനായിട്ട് പറ്റും, നമുക്കൊരു ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി നോക്കാം. നോർമൽ എൻട്രൻസ് എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ആ ഒരു മെയിൽ ID, അതേപോലെ എന്താണ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുമല്ലോ. അപ്പോൾ ആ മൊബൈൽ നമ്പറിൽ മെയിൽ ID-യിലും വരുന്ന OTP വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാന്നുള്ള, ലോഗിൻ ID പാസ്വേഡും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഫോർമാറ്റ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിന്റെ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ ഏതെങ്കിലും കാറ്റഗറി റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറി റിസർവേഷനുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റേതായത് കൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടി വരിക. പിന്നെ അതേപോലെ തന്നെ എന്താണ് PWD കാറ്റഗറിയിലെ റിസർവേഷൻ വേണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന്റെയും നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ ഫീസിന് നമ്മൾ റിസർവേഷൻ BPL കാറ്റഗറിക്ക് ഫീസ് നമുക്ക് 3500 വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ റിസർവേഷൻ വേണം എന്നുള്ളത്, അതിന്റെയും നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അതായത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവും പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള, അതേപോലെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അതിന്റെയൊക്കെയും എത്രയാണ് അതിന്റെ സൈസ് വേണ്ടി വരിക എന്നുള്ളത് വെബ്സൈറ്റിൽ ഉണ്ടാവും. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതുപോലെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന എന്ത് റിസർവേഷൻ ആണോ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ. അത്തരം കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടി വരാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനുശേഷം നമുക്കത് മാറ്റാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ നോക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഉള്ള കോഴ്സ് നമ്മൾ അങ്ങ് കൊടുക്കുക. ഇപ്പൊ കൊച്ചിയിൽ എനിക്ക് BBA LLB ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ കൊച്ചിയിൽ ഉള്ളൂ എന്നുള്ളതിൽ നമുക്കത് ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്ക് BA LLB മാത്രമാണ് കൊച്ചിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം എന്നുള്ളത് നിങ്ങൾ നേരത്തെ തീരുമാനിച്ച് ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ അത് കൊടുക്കണം. അതിനുശേഷം അയ്യോ എനിക്ക് BBA LLB വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഈ കാറ്റഗറിയുടെ റിസർവേഷന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ കോഴ്സിന്റെ കാര്യങ്ങളോ ഒന്നും ഇതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇഷ്ടംപോലെ ടൈം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും നേരത്തെ ഇതിനെ
പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ ഒരു ടൈം എടുത്ത് തന്നെ അത് കൃത്യമായിട്ട് തീരുമാനിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോഴ്സിന്റെ സെലക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ കോഴ്സ് കൃത്യമായിട്ടല്ല കൊടുക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, മാറിപ്പോയി എന്നുള്ളത് ഒരിക്കലും വരാൻ പാടില്ല. കാരണം ഇത്രയധികം ഓപ്ഷൻസ് കോഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏത് കോഴ്സ് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോ ഇതൊക്കെയാണ് പൊതുവായിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസിനനുസരിച്ച് ആൻസർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. അത് നമുക്ക് ഇപ്പൊ നമ്മൾ പ്ലസ് ടുവിന് ശേഷമുള്ള ഇതായിരിക്കുമല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിന് ശേഷം നമ്മൾ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLB പ്രോഗ്രാംസിലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണ് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്ത്യയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നമ്മൾ എഴുതുന്നത്. അതിൽ 27 നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സ്കോർ യൂസ് ചെയ്ത് നമുക്ക് വളരെ പ്രീമിയർ ആയിട്ടുള്ള കുറെ അധികം സ്ഥാപനങ്ങളിലേക്ക് 60-ലധികം സ്ഥാപനങ്ങളിലേക്കും ഈ സ്കോർ ഉപയോഗിച്ച് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. പിന്നെ എൻട്രൻസ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് 2 മണിക്കൂറാണ് ഡ്യൂറേഷൻ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 1 മിനിറ്റ് ആണ് കിട്ടുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് എക്സാം പാറ്റേൺ വരുന്നത്. പിന്നെ ഡിസബിലിറ്റി ഉള്ളവർക്ക് നമുക്കൊരു 40 മിനിറ്റ് എക്സ്ട്രാ കിട്ടും. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ടൈമിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്നതാണ്. നമ്മൾ കോഴ്സ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് എവിടെ നിങ്ങൾക്ക് പഠിക്കണം, ഏത് കോഴ്സ് പഠിക്കണം LLBയിൽ, ആ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എടുക്കുക. നമുക്ക് ഇപ്പം ഒക്ടോബർ 31 വരെ ടൈം ഉണ്ട്. അതേപോലെ തന്നെ ഡിസംബർ 6-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പൊ നമുക്കൊരു കുറച്ച് സമയം കിട്ടുന്നുണ്ട്. ഈ ഒരു വർഷം പോകാതെ തന്നെ ഇതാണ് നിങ്ങളുടെ വഴി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ 1 വർഷം പോകാതെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ പ്ലസ് 1-ലുള്ള കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഒരു ഗോളായിട്ട് ഇതിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്കത് വളരെ നേരത്തെ തന്നെ അതിനൊരു പ്രിപ്പറേഷൻ എടുത്ത് തുടങ്ങാവുന്നതാണ്. ഇതൊക്കെയാണ്. കോഴ്സ് സെലക്ഷനെ പറ്റിയിട്ട് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. BBA LLB, BCom LLB, BA LLB അങ്ങനെ നിരവധി LLBകൾ ഉണ്ടല്ലോ. അവിടെ ഡുവൽ ഡിഗ്രി എന്ന രീതിയിലല്ലേ നമ്മൾ ഇത് കൊടുക്കുന്നത്, 5 ഇയർ ഇന്റഗ്രേറ്റഡ്. അപ്പൊ BBA പ്ലസ് ലോ ഡിഗ്രി, BCom പ്ലസ് ലോ ഡിഗ്രി, BA പ്ലസ് ലോ ഡിഗ്രി ആയിരിക്കൂലേ? അപ്പൊ ലോ ഡിഗ്രി എല്ലാത്തിലും കോമൺ ആയിരിക്കൂലേ? അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, അതെല്ലാത്തിലും കോമൺ ആണ്. ലോ ഡിഗ്രി ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അതിൽ ഇന്റഗ്രേഷൻ വരുന്നത് ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ്. നമ്മൾ നോർമലി പഠിക്കുന്നത് ഒരു കോഴ്സ് മാത്രം പഠിക്കുന്നു. ഇപ്പൊ BA BCom അല്ലെങ്കിൽ BBA മാത്രം പഠിക്കുന്നു. അതിനകത്ത് ലോ ഡിഗ്രി കൂടെ വരുന്നത് കൊണ്ടാണല്ലോ അത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നത്. അതെ, അപ്പൊ എല്ലാവർക്കും ലോ സബ്ജക്ട്സ് എല്ലാവർക്കും സെയിം ആയിരിക്കും അല്ലേ? അതിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, ഏത് ഫീൽഡിലേക്കാണ് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ചൂസ് ചെയ്യാന്നുള്ളതാണ്. നമുക്കിപ്പം ഹയർ സ്റ്റഡീസ് ചെയ്യുമ്പോൾ ഇപ്പം BSc ഫിസിക്സ് എടുത്തതെങ്കിൽ അതിന്റെ ഹയർ സ്റ്റഡീസ് ചെയ്യാനും അതുപോലെ ലോയുമായി ബന്ധപ്പെട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാനും രണ്ടിനും ഈക്വൽ വാല്യൂ തന്നെയാണല്ലോ, ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ? ഇല്ല, ചെയ്യാൻ പറ്റും. അല്ല, ഇതിൽ നമ്മൾ BSc ഫിസിക്സ് സാർ അതൊരു കമ്പയർ ചെയ്ത് ചോദിച്ചതല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏത് ഗ്രാജുവേഷന് ശേഷവും ഉള്ള ഇതിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. അതായത് ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്നത് പോലെ തന്നെ നമുക്കിപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ ഏതൊരു ഗ്രാജുവേഷന് ശേഷവും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെങ്കിൽ ഈ ഡ്യുവൽ ഡിഗ്രിയുടെ 2 ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഏതിന് നമുക്ക് ഹയർ സ്റ്റഡീസിന് പോവാനും മറ്റ് റെഗുലറായി ചെയ്യുന്നത് പോലെ തടസ്സമല്ലല്ലോ അതിന്റെ അഡ്മിഷൻ പ്രോസസ്സുകളിലും അതുപോലെ റെക്കഗ്നേഷനിലും എന്നാണ് ഉദ്ദേശിച്ചത്. 2 ഡ്യുവൽ ഡിഗ്രി ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം
നമ്മൾ അതിന്റെ ഹയർ സ്റ്റഡീസ് ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പം BSc അല്ലെങ്കിൽ ലോ. ഇപ്പൊ BSc ആണെങ്കിൽ പോകുന്നത് അതിന്റെ ഹയർ സ്റ്റഡീസിന് തടസ്സമല്ലല്ലോ എന്നാണ് ചോദിച്ചത്. അതിന് ഹയർ സ്റ്റഡീസിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പം LLB ആണ്, LLB പ്രോഗ്രാം ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ BSc LLB എന്നുള്ള ഒരു ഇന്റഗ്രേഷൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് പഠിച്ചതിന് ശേഷം LLM-ലേക്ക് തന്നെ പോകണം എന്നാണെങ്കിൽ നമുക്ക് അതിന്റെ ആ രീതിയിലേക്ക് പോവാം. അതല്ല നമുക്ക് അടുത്ത ലെവലിൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. കാരണം നമ്മളുടെ ഗ്രാജുവേഷൻ അതിലാണല്ലോ. ഓക്കെ ക്ലിയർ ആണ്. അത് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതില്ലേ? റംല മാം ഇല്ലേ ഗ്രൂപ്പില്? എനിക്ക് ചെറിയൊരു സംശയമുണ്ടേ. ഇതൊരു കുട്ടിയുടെ രക്ഷിതാവിന്റെ ഒരു സംശയമായിരുന്നു. ഒരു കുട്ടി ഇപ്പോ ക്ലാറ്റ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഇതില് മറ്റ് റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടല്ലോ. മാം, അതിലിപ്പോ ഒരു കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒരു പ്രശ്നം എന്താണെങ്കിൽ, ലോ എടുത്തു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇനിയിപ്പം ഈ പുതിയ AI-യുടെ ഫീൽഡിലൊക്കെ വരുമ്പോൾ പിന്നെ ലോ പ്രാക്ടീഷണേഴ്സിനുള്ള മാനേജ്മെന്റ് ഫീൽഡ് ആയാലും ഒക്കെ സാധ്യതകൾ വളരെ കുറയാണ്. അപ്പൊ അതിനെ മാത്രം ലാക്കാക്കി ഇപ്പൊ ഈ കോഴ്സ് എടുക്കുന്നതിൽ താല്പര്യപ്പെടുന്നില്ല കുട്ടികൾ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ മറ്റ് ഈ BSc ഡിഗ്രി ആണ് കുട്ടിക്ക് കുറച്ചുകൂടിയും സാധ്യത ഇനി 5 വർഷം കഴിയുമ്പോൾ എങ്കിൽ അതിലും കൂടെ പോവാൻ കഴിയില്ലേ എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചൊരു ചോദ്യം. ഓക്കെ ഒന്നും കൂടി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം പറയാം. ഞാൻ നോക്കിയിടത്തോളം എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. പക്ഷേ ലോയ്ക്ക് സാധ്യതകൾ കുറവാണ് എന്ന് പറയുന്നതിനകത്തുള്ള ഒരു വൈരുദ്ധ്യമുണ്ട് ആക്ച്വലി. പിന്നെ ഇതിലേക്ക് വരുന്നതേ നമുക്കൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് വരാതെ ഇതിന് താല്പര്യമുള്ളവർ തന്നെ വരിക എന്നുള്ളതാണ്. നമുക്ക് എല്ലാത്തിലും നോക്കിയിട്ട് കിട്ടുന്നതിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻ ആയിട്ട് വെക്കുന്ന ഒരു സാധനമല്ല ലോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇതിൽ കിട്ടി എന്നുള്ളത് കൊണ്ട് അത് പഠിക്കുന്നു, അങ്ങനത്തെ ഒരു കോഴ്സും അല്ല ലോ എന്ന് പറയുന്നത്. ഒരുപാട് വായിക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ LLBക്ക് പൊക്കോ എന്ന് പറയും. നേരത്തെ പറയാറുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമുള്ള സാധനമല്ല LLB എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രം ഒരു പ്രയോജനവും ഇല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലേക്കും ഇപ്പൊ ആവശ്യമുള്ള സാധനമാണ്. പക്ഷേ ലോയ്ക്ക് മാത്രമായിട്ട് വേണ്ടത് എന്താണ്? നമുക്ക് ഒരു ശരിക്കും ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു സ്കിൽ ആവശ്യമുണ്ട്. അതുപോലെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി എന്ന് പറയുന്നുണ്ട്. ഒരു ലോജിക്കൽ റീസണിങ് നന്നായിട്ട് വേണം. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഇതിനകത്ത് പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലോയിൽ തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ശരിക്കും കുട്ടികൾ ഇത് എടുക്കേണ്ടതെന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഓപ്ഷൻ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം എന്നുള്ള ഒരു സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക്. അപ്പൊ ആ രീതിയിൽ പോകുമ്പോഴേക്കും എന്തായാലും നമുക്ക് അത് ആയിട്ട് ബന്ധപ്പെട്ടാ പോകാൻ പറ്റുക. പിന്നെ ഇതിൽ സാധ്യതകൾ ഇല്ലാന്ന് പറയും. കോർപ്പറേറ്റ് ലെവലിലേക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. അതേപോലെ AI വരുമ്പോഴേക്കും ശരിക്കും പല രീതിയിലുള്ള ക്രൈംസ് കൂടുതലല്ലേ ചെയ്യാം. അപ്പോ ആ രീതിയിലേക്ക് നമുക്ക് സ്പെഷ്യലൈസേഷൻസിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഇപ്പോ കുട്ടികളുടെ ഒരു ഇതിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഴ 2 എന്നുള്ള ഒരു സിനിമ കണ്ടതല്ലേ? ആ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആള് നമ്മുടെ ദേവരാജ് എന്ന് പറയുന്ന ആള് ഈ ഒരു യൂട്യൂബിലൂടെ, അതായത് യുറക്ക സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ കുറെ അധികം ആളുകൾക്ക് ഫേമസ് ആയിരിക്കും. അല്ലെങ്കിൽ ആ സിനിമ റിലീസായ ടൈമിലൊക്കെ അധികം ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളാണ് ദേവരാജ്. ഈ ദേവരാജ് ഒരു ലോ ഗ്രാജുവേറ്റ് ആണ്. കോഴിക്കോട് ലോ കോളേജിൽ നിന്ന്, ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നാണ് ആള് LLB പാസ്സായത്. അവിടെ ഫസ്റ്റ് ക്യാമ്പസ് പ്ലേസ്മെന്റ് നേടിയ ആദ്യത്തെ വ്യക്തി ഈ ദേവരാജാണ്. പുള്ളിക്കാരൻ ടാറ്റ AG എന്ന് പറയുന്ന കമ്പനിയിൽ ലീഗൽ കൺസൾട്ടന്റ് ആയിട്ടാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയത്. അപ്പോ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു എല്ലാ കമ്പനികളിലേക്കും ലീഗൽ കൺസൾട്ടൻസിനെ, നമുക്കിപ്പോ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ക്ലിയർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനികൾക്കും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ലീഗൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം കോർപ്പറേറ്റ് സെക്ടറിലേക്ക് ഏറ്റവും കൂടുതൽ ലീഗൽ കൺസൾട്ടൻസിനെ ആവശ്യമുണ്ട്. എല്ലാ രീതിയിലും എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിലേക്കും ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ സാധ്യതകളില്ല. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആകാൻ മാത്രമേ ഉള്ളൂ, കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് എത്രയോ വർഷം കൊണ്ടാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന് നമുക്ക് ഈ ഒരു ആൻസർ ഉണ്ട് ആക്ച്വലി. അധികം പഠിക്കാൻ താല്പര്യമില്ല, ഇത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങനെ വേണം,
ഉറപ്പായിട്ടും നമ്മൾ ഒരു സാധാരണ ഒരു നമ്മുടെ കോഴിക്കോടുള്ള ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നാഷണൽ ലെവലിലുള്ള ലോ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഗ്രാജുവേറ്റ് ആകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ആ ലെവലിൽ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഇത് ആണ് നമ്മളുടെ വഴി എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിലപ്പുറത്തേക്ക് അത് കഴിഞ്ഞാൽ അടുത്തൊരു ഓക്കെ നമുക്കത് കഴിയുമ്പോൾ അതിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം എന്നുള്ളത് വേറൊരു വശം. അതല്ലാതെ നമ്മൾ മെയിൻ ഫോക്കസ് കൊടുക്കുമ്പോൾ എപ്പോഴും ഇത് തന്നെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം ഈ ഒരു സാധനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഇതൊന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യാം കേട്ടോ. എനിക്ക് നോക്കിയെടുത്തോളം മനസ്സിലായത് അങ്ങനെ. ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോളെ, കാരണം പിന്നീട് ക്ലിയർ ചെയ്യണമെങ്കിലേ. അല്ലെങ്കിൽ സിജിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് കരിയർ കൗൺസിലേഴ്സിന്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് വിളിച്ചാലും മതി. പറഞ്ഞാൽ നന്നായിരുന്നു മാം. എനിക്ക് നിങ്ങളുടെ അവതരണവും അതുപോലെ വിഷയത്തിലുള്ള അവഗാഹവും വളരെ അട്രാക്റ്റീവ് ആണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമ്പർ പറഞ്ഞു നന്നായിരുന്നു. നമ്പർ പറയട്ടെ എന്നാ. പറഞ്ഞോളൂ. 89 ഒരു സെക്കൻഡ്, ഞാൻ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ടൈപ്പ് ചെയ്തരാം. സാറിന് മെസ്സേജ് ചെയ്തോളൂ, ഞാനത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. വേറൊരു സംശയം, നമ്മളെ ഈ ലോ യൂണിവേഴ്സിറ്റീസിലെ പിന്നെ നമ്മളെ റെഗുലർ കോഴ്സ് അല്ലാണ്ട് ഓൺലൈനിൽ വല്ല പ്രോഗ്രാംസ് നല്ല ലീഗൽ പ്രോഗ്രാംസ് വല്ലതും ഉണ്ടോ? അത് ക്രോസ് ചെക്ക് ചെയ്യണം സാറേ. നമ്മളിപ്പം ഈ ക്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത് പറഞ്ഞിരിക്കുന്നത്. ക്ലാറ്റ് എക്സാമിനേഷന്റെ കീഴിൽ തന്നെ ഞാൻ ചോദിച്ചത്. ഇല്ല, അതിൽ നമുക്ക് ഈ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വേറെ ഇല്ല. അതല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള ചെറിയ ഓൺലൈൻ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ടാവും. ഇപ്പൊ കുസാറ്റിലൊക്കെ നമുക്ക് ഒരുപാട് ഓൺലൈൻ പ്രോഗ്രാംസ് വരുന്നുണ്ടല്ലോ, അതേപോലെ ഉണ്ടാവും. അത് ക്രോസ് ചെക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ക്ലാസിന്റെ അണ്ടറിൽ നമുക്ക് ഇത്തരം പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, നമുക്ക് തിരുത്താൻ പറ്റുന്നതല്ലെങ്കിൽ കൂടി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ വലിയ സംഖ്യയാണെന്നുള്ളത് ഇതിൽ താല്പര്യമുള്ള കുട്ടികൾ പോലും സാധാരണ കുടുംബങ്ങളിൽ നിന്നും ഇതിലേക്ക് പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട്. അത് നമുക്ക് എവിടെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നാണ്. അതിപ്പോ എന്താ പറയാ, അതിപ്പോ ഓൾറെഡി എന്താ പറയാ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. നമുക്ക് ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോ അഷ്കർ മാഷെ, അത് നമുക്ക് എവിടെ അഡ്രസ് ചെയ്യാൻ പറ്റുക? സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ മേഖലയോട് വലിയ താല്പര്യമുണ്ട്, എന്നാൽ സാമ്പത്തിക ശേഷിയില്ല അപ്ലിക്കേഷൻ കൊടുക്കാൻ എന്നാണെങ്കിൽ ആ സ്ഥാപനം ഒക്കെ എന്തെങ്കിലും രൂപം കാണുന്ന രീതിയിലേക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും സംഘടനകളോ സ്ഥാപനങ്ങളോ ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു കുട്ടി ഒരു മേഖലയോട് വലിയ താല്പര്യമുണ്ട്, അപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണല്ലോ. അപ്പൊ പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ സ്കൂൾ തലത്തില് ഒക്കെ ഇത്തരം കുട്ടികളൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. മാം, ഈ ഒരു കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചറെ കുറിച്ചിട്ട് 5 വർഷത്തേക്ക് വരുന്ന ഫീസ് സ്ട്രക്ചറെ കുറിച്ചിട്ട് ഒന്ന് പറയാവോ? ഒരു 2 ലക്ഷം ആ ഒരു റേഞ്ചിൽ വരും. ഒരു ഇയർലി യൂണിവേഴ്സിറ്റിയുടെ റേഞ്ച് അനുസരിച്ച് വ്യത്യാസം വരും. നമ്മളിപ്പം പ്രീമിയർ സ്ഥാപനങ്ങളിലൊക്കെയും ആ ഒരു ലെവലിലാണല്ലോ വരാറുള്ളത്. ആ ഒരു റേഞ്ചിൽ വരുന്നില്ലേ ഒരു വർഷം? 2-ന് അടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ 2 ലക്ഷമാണോ? 2 ലക്ഷത്തിനടുത്ത് വരുന്നുണ്ട്. ഒരു വർഷത്തേക്കല്ലേ? അതെ.
അത് നമുക്ക് ഇപ്പം എഞ്ചിനീയറിംഗിനൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ IIT-കളിൽ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഫീസ് വരുന്നുണ്ട്. അതേപോലെ ഡിസൈനിന്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു നല്ല റേഞ്ചിൽ ഫീസ് വരുന്നുണ്ട്. 3-3.5 ലക്ഷം രൂപയൊക്കെ ഫീസ് വരുന്നുണ്ട്. നിഫ്റ്റിനൊക്കെ ആണെങ്കിലും NID-യിലാണെങ്കിലും അങ്ങനെയൊക്കെ പ്രീമിയർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു എന്നുള്ളത്. പക്ഷെ നമുക്ക് അതിന്റെ അനുസരിച്ചുള്ള എന്താണ് പാക്കേജിലേക്ക് നമുക്ക് പ്ലേസ്ഡ് ആവും എന്നുള്ള ഒരു കാര്യവുമുണ്ട്. അതില് ഈ പാഷൻ എന്നുള്ള ഒരു എലമെന്റ് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ പറ്റുന്നത്. മാം, പിന്നെ പൊതുവായി മെറിറ്റില് റാങ്ക് ലഭിച്ചാലും ഇത്രയും രൂപ തന്നെ ഫീസ് സ്ട്രക്ചർ വരുമോ? അതെ അതെ അതെ. മെറിറ്റിൽ മാത്രമുള്ള അഡ്മിഷൻ അല്ലേ ഉള്ളൂ നമുക്ക് ഇതില്, അതല്ലാതെ ഇല്ലല്ലോ. മാം ഏതായിരുന്നു വെബ്സൈറ്റ് അപ്ലൈ ചെയ്യേണ്ടത്? കൺസോർഷ്യം ഓഫ് NLUs എന്ന് പറയുന്നുണ്ട് വെബ്സൈറ്റ് ആണ്. കൺസോർഷ്യം ഓഫ് NLUs.ac.in. മാം, ഓ, കുസാറ്റിന്റെ എൻട്രൻസിനെ പറ്റി ഒന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവോ? കുസാറ്റിന് നമ്മൾ ഓൾറെഡി സെക്ഷൻ ചെയ്തതായിരുന്നു. അതെ. കുസാറ്റിന്റെ കുസാറ്റിന്റെ നമ്മള് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. കുസാറ്റിന്റെ ഗ്യാറ്റ് ആണ്. അതിൽ നമുക്ക് ലോയ്ക്ക് വേണ്ടിയിട്ട് അതിൽ പല പാറ്റേണിലാണ് വരിക. അതിൽ നമുക്ക് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് ഒരു കോമ്പിനേഷൻ, അതുപോലെ ലോയ്ക്ക് വേറെ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിൽ ലോയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതും അതാണ് നമ്മൾ എഴുതേണ്ടതും. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോജിക്കൽ റീസണിങ്, ലീഗൽ റീസണിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മൾ കോഴ്സ് ഓപ്ഷൻ കൊടുത്തിട്ടാണോ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക? അതോ അവിടെ രണ്ട് ഇതിലും പറ്റുമോ? അവിടെ BSc LLB-യും BCom LLB ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അവിടെ BSc LLB അവൈലബിൾ ആണ്. അതെങ്ങനെ മെറിറ്റ് വെച്ചിട്ടാണോ അവിടെ സെലക്ട് ചെയ്യുന്നത്? അതോ നമ്മൾ കോഴ്സ് ഓപ്റ്റ് ചെയ്യുകയാണോ ഫസ്റ്റ്? വെച്ചിട്ടാണ്. അവിടെ ഇതുപോലെ ആദ്യം നമ്മൾ കോഴ്സ് കൊടുക്കാൻ നിർബന്ധമായിട്ടും പറയുന്നില്ല. കാരണം ഇതിൽ നമ്മൾ കൃത്യമായിട്ട് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് നമ്മുടെ ഇൻഫർമേഷൻ ബ്രോഷറിൽ നമ്മൾ കോഴ്സ് ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളത്. കുസാറ്റിന്റേതിൽ പക്ഷെ അങ്ങനെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. നമുക്ക് അതിനുശേഷം അതുകൊണ്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതില് നമുക്ക് കൃത്യമായിട്ട് ആദ്യം തന്നെ കൊടുക്കണം. നമുക്ക് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെ പറയുന്നുണ്ട്. ഓക്കെ മാം, താങ്ക് യു മാം. ഇനി സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. അഫ്സർ ബാബ് സാർ, നിങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുമല്ലോ അല്ലെ? ചെയ്യാം. തസ്നിമയൻ മാം വളരെ നന്നായി, വളരെ ഒഴുക്കോടുകൂടി ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിച്ചു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. യുവർ പ്രസന്റേഷൻ ദാറ്റ് വാസ് വെരി നൈസ് ആൻഡ് അട്രാക്റ്റീവ്. നമ്മളിപ്പം ഒരു ഡ്യുവൽ ഡിഗ്രി ചെയ്യുമ്പോൾ അത് ഹയർ സ്റ്റഡീസിന് രണ്ടും ഒരുപോലെ അപ്ലിക്കബിൾ ആണോ എന്ന് മാത്രമേ ഇനി നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുള്ളൂ. ഞാൻ മെസ്സേജിലൂടെ അത് ക്ലിയർ ആക്കാം. ദി അതർ തിങ്സ്, ഇറ്റ് വാസ് നൈസ്. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ എക്സ്പെർട്ടീസ് ഹിയർ. ഓക്കെ, ഒരുപാട് ഉപകരിച്ചു. വർക്ക് ചെയ്യുന്നത് എവിടെ പറഞ്ഞിരുന്നത്? സിജിയിലെ കരിയർ കൗൺസിലറാണ്. ശ്രീജിയുടെ കരിയർ കൗൺസിലറാണ്. സന്തോഷം. നിങ്ങളുടെ ആ എക്സ്പെർട്ടീസിന് റിയലി സല്യൂട്ട് ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസന്റേഷൻ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വീണ്ടും അടുത്ത ഞായറാഴ്ച കാണാം.